Hi everyone, welcome back to Aranda Race YouTube channel. അപ്പോൾ നമ്മൾ SBI PO ക്ലർക്ക് ഫോക്കസ് ചെയ്ത ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു സെക്ഷൻസ് ആയിട്ടായിരുന്നു ഇത്രയും ദിവസം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയതായിട്ട് റീസണിങ്ങിന്റെ സെക്ഷൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡും ആൾട്ടർനേറ്റ് ആയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഓക്കെ, ഇന്ന് റീസണിങ്ങിന്റെ സെക്ഷൻ ആണ്. റീസണിങ്ങിൽ പസിൽ, ബ്ലഡ് റിലേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ, പിന്നെ ആൽഫ ന്യൂമറിക് സീരീസ്, ലോജിസം അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഉറപ്പായിട്ടും എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക, ആൻസേഴ്സ് കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഈ വീഡിയോ കാണണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു പസിലിന്റെ സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 7 ഫ്രണ്ട്സിന്റെ. അവർ ഒരു 7 സ്റ്റോറി ബിൽഡിങ്ങിൽ ഇരിക്കുന്നുണ്ട്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ടോപ്പ് മോസ്റ്റ് ഫ്ലോർ വരെ നമ്പർ 7 വരെ നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ നെയിമും ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. പസിൽ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. എത്ര മിനിറ്റ് എടുക്കുന്നുണ്ട് എന്ന് നോക്കിയേ. ഓക്കെ, 7 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ആദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? ടോപ്പ് മോസ്റ്റ് ഫ്ലോർ നമ്പർ 7 ആണ്. ഓക്കെ, നമ്മൾ ബോട്ടം മോസ്റ്റ് 1 തൊട്ട് ടോപ്പ് മോസ്റ്റിൽ 7 വരെ നോട്ടിഫൈ ചെയ്തു. ദെൻ അടുത്ത് വീണ ലീവ്സ് ഓൺ എ ലോവർ മോസ്റ്റ് ഫ്ലോർ. അപ്പൊ ലോവർ മോസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ ഏത് ഫ്ലോറാ വരേണ്ടത്? ഫസ്റ്റ് ഫ്ലോർ ആയിരിക്കും അല്ലേ? അപ്പൊ വീണ ഫസ്റ്റ് ഫ്ലോറിലാണ്, ലോവർ മോസ്റ്റ്. ഡയറക്ട്ലി നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടി, വീണ ലീവ്സ് ഓൺ എ ലോവർ മോസ്റ്റ് ഫ്ലോർ എന്ന് കിട്ടി. ദെൻ ഓൺലി 4 പീപ്പിൾ ലീവ് ബിറ്റ്വീൻ വീണ ആൻഡ് ആശ. അപ്പൊ വീണയ്ക്കും ആശയ്ക്കും ഇടയിൽ 4 ആൾക്കാർ വേണം അല്ലേ? അപ്പൊ 1 2 3 4 ഇവിടെ ആയിരിക്കണം ആശ ലീവ് ചെയ്യുന്നത്. ദെൻ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? 12 ലീവ്സ് ഓൺ എൻ ഈവൻ നമ്പേർഡ് ഫ്ലോർ. ഓക്കെ, നമുക്ക് എഴുതാൻ പറ്റാത്ത, അതായത് നമ്മളുടെ പസിൽ നമ്മൾ ഡ്രാ ചെയ്തതിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഡീറ്റാസ് നമ്മൾ ഒരു സൈഡിൽ എടുത്ത് എഴുതി വെക്കണം. അപ്പൊ 2 ഈവൻ നമ്പേർഡ് ഫ്ലോർ ആണ്, ഈവൻ നമ്പർ ഫ്ലോർ ആണ്. ദെൻ ഓൺലി 2 പീപ്പിൾ ലീവ് ബിറ്റ്വീൻ 2 ആൻഡ് പ്രീത്ത്. ഓക്കെ, 2യ്ക്കും പ്രീത്തിനും ഇടയിൽ 2 പീപ്പിൾസ് ആണ്. അത് മേ ബി പ്രീത്ത് മുകളിലാവാം, 2 താഴെ ആവാം, ഓർ 2 മുകളിലാവാം, പ്രീത്ത് താഴെ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പൊ ഞാൻ 2 ആരോ ഇങ്ങനെ എഴുതുന്നുണ്ട്, അതായത് അവരുടെ ഇൻ ബിറ്റ്വീനിൽ 2 ആൾക്കാരുള്ള ആണ് എന്ന കേസ് എഴുതുന്നുണ്ട്. ദെൻ ടോം ഹു ഈസ് എൻ ഇമീഡിയറ്റ് നെയ്ബർ ഓഫ് ആശ. ഓക്കെ, ടോം ആശയുടെ ഇമീഡിയറ്റ് നെയ്ബർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ആശയുടെ ഇമീഡിയറ്റ് നെയ്ബർ ആണ് ടോം എങ്കിൽ ഒന്നുകിൽ ടോം എവിടെ വരണം? ഒന്നുകിൽ ടോം ഇവിടെ വരണം, അല്ലെങ്കിൽ ടോം ഇവിടെ വരണം. ഈ 2 പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. ടോം ആശയുടെ ഇമീഡിയറ്റ് നെയ്ബർ ആണ്. സോ ഒന്നുകിൽ 7th ഫ്ലോർ അല്ലെങ്കിൽ 5th ഫ്ലോറിൽ ടോം വരണം. ഇനി അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ടോം ഹു ഈസ് എൻ ഇമീഡിയറ്റ് നെയ്ബർ ഓഫ് ആശ lives on an even numbered floor. Sorry, lives on an odd numbered floor. Tom lives on an odd numbered floor എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, 5 ആണെങ്കിലും 7 ആണെങ്കിലും നമുക്ക് ഓഡ് നമ്പർ തന്നെയാണ്. അപ്പോൾ ആശയുടെ ഇമീഡിയറ്റ് നെയ്ബറിൽ ഒന്നിൽ 5th ഫ്ലോർ അല്ലെങ്കിൽ 7th ഫ്ലോർ വരണം. ദെൻ അടുത്ത് ഓൺലി 2 പീപ്പിൾ ലീവ് ബിറ്റ്വീൻ ആശ ആൻഡ് ഹിര. ഇത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമല്ലോ. ആശയ്ക്കും ഹിരയ്ക്കും ഇടയിൽ 2 ആൾക്കാരാണ്. അപ്പോൾ ഹിര ആശയുടെ താഴെ 2 പീപ്പിൾസ് വിട്ട് വരും. ഓക്കെ, അതും കൊടുത്തു. ജിയ ലിവ്സ് ഓൺ എൻ ഈവൻ നമ്പേർഡ് ഫ്ലോർ ബിലോ 2. അപ്പോൾ ജിയ എന്ന് പറയുന്ന ആള് ഈവൻ നമ്പേർഡ് ഫ്ലോറിലാണ് ഇരിക്കുന്നത്, ബിലോ 2 ആണ് വരേണ്ടത്. അപ്പൊ 2 ഈവൻ നമ്പേർഡ് ഫ്ലോർ ആണ്. അതുപോലെ 2യ്ക്ക് താഴെ തന്നെയാണ് ജിയ വരുന്നത്. ജിയയും ഈവൻ നമ്പേർഡ് ഫ്ലോർ ആണ്. അപ്പൊ ഇവിടെ ഈവൻ നമ്പർ ഫ്ലോർ ഇനി ഉള്ളത് ഏതൊക്കെ ബാക്കിയുള്ളൂ? 4ഉം 2ഉം മാത്രമേ ബാക്കിയുള്ളൂ. ഇവർ 2 പേരും ഈവൻ നമ്പർ ഫ്ലോറിൽ വരെയും വേണം. 2യുടെ താഴെ ജിയയും വരാൻ പാടുള്ളൂ. അപ്പൊ 2 എന്തായാലും 4th ഫ്ലോർ ആയിരിക്കും, ജിയ എന്തായാലും 2nd ഫ്ലോർ ആയിരിക്കും. ഇനി എന്താ? 2യ്ക്കും
പ്രീത്തിനും ഇടയിൽ 2 ആൾക്കാരാണെന്നുള്ളത് നമ്മൾ സൈഡിലെടുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഓക്കെ 2 ഇവിടെയാണെങ്കിൽ 2 ആൾക്കാരെ എനിക്ക് താഴോട്ട് ഇടാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മുകളിലോട്ട് പ്ലേസ് ചെയ്യണം. 1 2 ഇവിടെ എനിക്ക് ജിയ വരണം. ദെൻ ആശയുടെ നെയ്ബറാണ് ടോം വരേണ്ടത്. അപ്പോൾ ഇവിടെ ജിയ വന്നതുകൊണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ടോം എന്തായാലും ഇനി ഇവിടെയേ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പസിൽ സോൾവ് ചെയ്തിട്ടുള്ള ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ജിയ ലീവ്സ് ഓൺ വിച്ച് ഫ്ലോർ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ജിയ ലീവ്സ് ഓൺ വിച്ച് ഫ്ലോർ, ജിയ ഏത് ഫ്ലോറിലാണ്? 2nd ഫ്ലോർ ആണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, ഫൈനൽ സൊല്യൂഷൻ നിങ്ങളൊന്ന് ഡ്രാ ചെയ്തെടുത്തോ. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഹൗ മെനി പേഴ്സൺസ് ലിവ് ബിറ്റ്വീൻ ഹിര ആൻഡ് പ്രീത്ത് എന്നാ ചോദിച്ചേക്കുന്നത്. ഹിരയ്ക്കും പ്രീത്തിനും ഇടയിൽ എത്ര ആൾക്കാർ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. എളുപ്പമുള്ള പസില. എന്തായാലും എല്ലാവർക്കും സോൾവ് ചെയ്ത് എല്ലാവർക്കും കിട്ടി കാണത്തില്ലേ. ഡേറ്റാസ് പ്ലേസ് ചെയ്യാൻ പറ്റാത്തത് സൈഡിലോട്ട് എടുത്ത് എഴുതി വെച്ചിട്ട് അതിന് ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് വരുമ്പം കണക്റ്റിംഗ് ഫാക്ടർ കിട്ടുമ്പം കണക്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണ് പസിൽ സോൾവ് ചെയ്യുന്നേണ്ടത്. പസിലായാലും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയാലും എന്താണെങ്കിലും. ഓക്കെ, ഹിരയ്ക്കും പ്രീത്തിനും ഇടയിൽ എത്ര ആൾക്കാർ എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. നമുക്ക് നോക്കാം. ഓക്കെ, ഹിര 3rd ഫ്ലോറിൽ ഇരിക്കുന്നു. പ്രീത്ത് ഓക്കെ, ഇവിടെ പ്രീത്തല്ലേ വരേണ്ടേ. ജിയ 2 ഫ്ലോർസ്. ഓക്കെ, ഓക്കെ 2ക്ക് താഴെ ഉള്ള ഈവൻ നമ്പർ ഫ്ലോറിൽ ജിയ വന്നു. അപ്പൊ റിമൈനിങ്ങിനുള്ളത് പ്രീത്ത് അല്ലേ, ജിയ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇവിടെ പ്രീത്താ വരേണ്ടത്. പ്രീത്ത മാറ്റി എഴുതി. 2ക്കും പ്രീത്തിനും ഇടയിലെ 2 പേഴ്സൺസ്. ഓക്കെ, 2 പേഴ്സൺസ് പ്രീത്ത് എഴുതി. ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി പേഴ്സൺസ് ലീവ് ബിറ്റ്വീൻ ഹിര ആൻഡ് പ്രീത്ത് ആണ്. ഹിരയ്ക്കും പ്രീത്തിനും ഇടയിൽ എത്ര പേഴ്സൺസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഹിര പ്രീത്ത് 1 2 3 പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ ഇത് ഓപ്ഷൻ ബി 3 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഹൂ ലീവ്സ് ഇമീഡിയറ്റ്ലി എബോ ടോം എന്നാണ് ചോദിച്ചേക്കുന്നത്. ടോമിന്റെ ഇമീഡിയറ്റ്ലി എബോ ആരാണെന്നുള്ളത്. ഇമീഡിയറ്റ്ലി എബോ ടോം ആണ്. 30 സെക്കൻഡ്സിന്റെ ആവശ്യമില്ല. പസിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആൻസർ കൊടുക്കാൻ പറ്റുന്നതാണ്. ഹൂ ലീവ്സ് ഇമീഡിയറ്റ്ലി എബോ ടോം. ഓക്കെ, നമ്മൾ സോൾവ് ചെയ്തത് ടോമിന്റെ ഇമീഡിയറ്റ്ലി എബോ ആരാണ് വരുന്നത്? ആശയാണ്. അപ്പോൾ ഹൂ ലീവ്സ് ഇമീഡിയറ്റ്ലി എബോ ടോം എന്നുള്ളതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആശയാണ് ആൻസർ. Okay, 4th question. 4 of the following 5 are alike in a certain way. Find out the odd one. Odd one out എന്ന് പറയുന്നത് മേ ബി ഈവൻ നമ്പർ ഫ്ലോർസിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസും ദെൻ ഒരാൾ മാത്രം ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ അതായിരിക്കും ഓഡ് വൺ ഔട്ട്. ഓർ മേ ബി ബാക്കി എല്ലാവരും ഓഡ് ഫ്ലോർ ആയിരിക്കും, ഒരാൾ മാത്രം ഈവൻ ആയിരിക്കും. ഫ്ലോർ ബേസ്ഡ് പസിൽസിൽ മാക്സിമം അങ്ങനെ ഓഡ് വൺ ഔട്ട് ചോദിക്കാറുള്ളൂ. ഓഡ് ഫ്ലോറും ഈവൻ ഫ്ലോറും കൊടുത്തിട്ട് അതിൽ നിന്ന് ഓഡ് വൺ ഔട്ട് അങ്ങനെ ചോദിക്കാറുള്ളൂ. ഓക്കെ, ഇതിൽ ഏതായിരിക്കും ഓഡ് വൺ ഔട്ട് എന്ന് നോക്കാം. വീണ, ഹിര, ടോം, പ്രീത്ത്. ഓക്കെ, നമ്മൾ സൊല്യൂഷനിൽ പോകണം. വീണ, ഹിര, ടോം, പ്രീത്ത് ഇവരൊക്കെ ഈവൻ നമ്പർ ഫ്ലോർ ആണ്. ഓഡ് നമ്പർ ഫ്ലോർ ആണ്. ആശയും 2യും ഒക്കെയാണ് ഈവൻ നമ്പർ ഫ്ലോറിൽ വരുന്നത്. ഓക്കെ, ഇതിൽ ആരൊക്കെയുണ്ട്? വീണ, ഹിര, ടോം, പ്രീത്ത്. ഓക്കെ, ടോം ഈവൻ നമ്പർ ഫ്ലോർ അല്ലേ? ടോം 2. ഓക്കെ, ടോം ഓഡ് നമ്പർ ഫ്ലോർ ആണ്. ഈവൻ നമ്പർ ഫ്ലോറിൽ വരുന്നത് 2 ആണ്. അപ്പൊ ഇവിടെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ ഓഡ് വൺ ഔട്ട്. നിങ്ങളുടെ കയ്യിൽ ആൻസർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഉടനെ നോക്കി എഴുതാൻ പറ്റും. 2 ആണ് ആൻസർ. ഓക്കെ, ഹൂ അമോങ് ദ ഫോളോയിങ് ലീവ്സ് ഓൺ 5th ഫ്ലോർ. 5th ഫ്ലോറിൽ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ഓക്കെ, 5th ഫ്ലോറിൽ ആരാ ഉള്ളത്? 5th ഫ്ലോറിൽ ടോം ആണുള്ളത്. അപ്പോൾ ഓപ്ഷൻ ആൻസർ ടോം, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്തത് ഒരു ആൽഫ ന്യൂമറിക് സീരീസ് ആണ്. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. എക്സാക്ട്ലി പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. SBI ക്ലർക്കിന്റെ പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കുറച്ച് ബേസിക്കിൽ നിന്ന് പോകാം. കുറച്ച് പോകാൻ നമുക്ക് PO ലെവൽ ദെൻ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ ഓക്കെ, ഒരു ആൽഫ ന്യൂമറിക് സീരീസ് തന്നിട്ടുണ്ട്. അല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ ഗിവൺ അറേഞ്ച്മെന്റ് ഹൗ മെനി സച്ച് ലെറ്റേഴ്സ് ആർ ദെയർ
which are immediately preceded by a symbol and immediately followed by a number. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ ഒരു ആൽഫാന്യൂമറിക് സീരീസ് തന്നിട്ട് അതിൽ നിന്ന് ഒരു ലെറ്റർ, ഹൗ മെനി സച്ച് ലെറ്റേഴ്സ് ആർ ദെയർ, അപ്പൊ ലെറ്റർ എങ്ങനെയായിരിക്കണം, ഇമീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ എ സിമ്പിൾ ആൻഡ് ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ നമ്പർ എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ, നമുക്ക് നോക്കുമ്പോൾ കണ്ടുപിടിക്കണം അല്ലേ, ഒരു ലെറ്റർ എടുക്കണം, അത് ഇമീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ സിമ്പിളും ആയിരിക്കണം, ദെൻ ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ നമ്പറും ആയിരിക്കണം. അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളിന് ഇങ്ങനെ ഒരു ഡോളർ സിമ്പിൾ സൈൻ കൊടുക്കും, ദെൻ നമ്പറിന് എൻ എന്ന് എഴുതും. അപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിൽ എഴുതി വെക്കും, അതായത് ഒരു ലെറ്റർ, ഇപ്പൊ എനിക്കിത് വായിക്കാൻ അറിയാം, ലെറ്റർ ഇമീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ സിമ്പിൾ ആയിരിക്കണം, ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ നമ്പർ ആയിരിക്കണം. ഇത് കാണുമ്പോൾ എനിക്ക് ആ പാറ്റേൺ അറിയാല്ലേ, അല്ലെങ്കിൽ ഞാൻ ഓരോ ഇതിനും പോകുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ക്വസ്റ്റ്യൻ നോക്കണം, ലെറ്റർ ആണ്, ഫോളോഡ് ബൈ സിമ്പിൾ ആണ്, നമ്പർ ആണ്, പ്രൊസീഡഡ് ബൈ സിമ്പിൾ ആണ് എന്നുള്ളത് നോക്കണം. പറ്റതൊരു സൈഡിലെടുത്ത് എഴുതി വെച്ചു ഞാൻ, ലെറ്റർ ഫോളോഡ് ബൈ നമ്പർ ആണ്, പ്രൊസീഡഡ് ബൈ സിമ്പിൾ ആണെന്നുള്ളത് ഒരു സൈഡിലെടുത്ത് എഴുതി വെച്ചു. ദെൻ ഇതുപോലെ ഇവിടെ ഏതൊക്കെ ഫോളോ ആയി വരുന്നുണ്ട് എന്നുള്ളത് മാത്രം ഞാൻ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഏതാ, സിമ്പിൾ ആണല്ലേ. സിമ്പിൾ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ലെറ്റേഴ്സും നമ്പേഴ്സും ആൽഫബറ്റ്സും സിമ്പിൾസും കൂടെ മിക്സഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് സിമ്പിൾസ് വേഗത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതൊരു സിമ്പിൾ ആണ്, ദെൻ ഇത് സിമ്പിൾ ആണ്, സിമ്പിൾ, ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് ഒരു സിമ്പിൾ ആണ്. ദെൻ സിമ്പിളിനെ ഫോളോ ചെയ്ത് ലെറ്റർ വരണം, ലെറ്ററിനെ ഫോളോ ചെയ്ത് നമ്പർ വരണം, അതല്ലേ പാറ്റേൺ. അങ്ങനെയാണെങ്കിൽ സിമ്പിളിനെ ഫോളോ ചെയ്ത് ലെറ്റർ വന്നിട്ടുണ്ടോ ഇവിടെ, ഇല്ല, അപ്പോൾ ഇതല്ല. ദെൻ സിമ്പിളിനെ ഫോളോ ചെയ്ത് ലെറ്റർ വന്നിട്ടുണ്ടോ, ഇല്ല, ലെറ്റർ വന്നിട്ടുണ്ട്, ലെറ്റർ ക്യൂ വന്നിട്ടുണ്ട്. ദെൻ അതിനെ ഫോളോ ചെയ്ത് നമ്പർ വന്നിട്ടുണ്ടോ, അപ്പം അക്യുറേറ്റ്, അതിനെ ഫോളോ ചെയ്ത് ക്യൂ എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്, അതിനെ ഫോളോ ചെയ്ത് 9 എന്ന് പറയുന്ന നമ്പർ വന്നിട്ടുണ്ട്. ദെൻ അടുത്ത സിമ്പിൾ എടുക്കുന്നത്, സിമ്പിളിനെ ഫോളോ ചെയ്ത് എനിക്ക് ലെറ്റർ വന്നിട്ടില്ല, സിമ്പിൾ തന്നെയാണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഇതില്ല. അടുത്ത സിമ്പിൾ എടുക്കുന്ന, സിമ്പിളിനെ ഫോളോ ചെയ്ത് എനിക്ക് ലെറ്റർ വന്നിട്ടുണ്ട്, പക്ഷെ ലെറ്ററിനെ ഫോളോ ചെയ്ത് എനിക്ക് നമ്പർ വന്നിട്ടുണ്ടോ, ഇല്ല, അപ്പോൾ ഇതും അല്ല. ദെൻ അതുപോലെ ആൻഡ് എടുക്കുന്ന, സിമ്പിളിനെ ഫോളോ ചെയ്ത് ലെറ്റർ വരണം, നമ്പറാ വന്നിട്ടുള്ളത്, അപ്പൊ അതും അല്ല. ദെൻ അടുത്തത് എടുക്കുന്ന സിമ്പിളിനെ ഫോളോ ചെയ്ത് ലെറ്റർ വന്നിട്ടുണ്ട്, പക്ഷെ ലെറ്ററിനെ ഫോളോ ചെയ്ത് എനിക്ക് നമ്പർ വന്നിട്ടുണ്ടോ, ഇല്ല, അപ്പൊ അതും അല്ല. ദെൻ അടുത്തതും സിമ്പിൾ ഫോളോ ചെയ്ത് ലെറ്റർ മാത്രമേ ഉള്ളൂ, നമ്പർ ഇല്ല, അപ്പൊ അതും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഓൺലി വണ്ണേ ഉള്ളൂ അല്ലേ, ഒരു പെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ അല്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ സിമ്പിളിന് നിങ്ങൾക്ക് ഇവിടെ ഡോളർ സൈൻ തന്നെ കൊടുക്കണം എന്ന അത്യാവശ്യമില്ല, വേണമെങ്കിൽ എസ് എന്നും കൊടുക്കാം, എങ്ങനെ വേണോ കൊടുക്കാം, നമുക്ക് മനസ്സിലാകണം എന്നത് മാത്രമേ ഉള്ളൂ. സൈഡിലെടുത്ത് എഴുതി വെക്കുക, അതനുസരിച്ച് ആ പാറ്റേണിൽ ഇവിടെ ഫോളോ ആയി വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ മാക്സിമം ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് സിമ്പിൾ ആണ്. അപ്പം ഞാൻ അതിനെ തിരിച്ചെടുത്തു, അതായത് സിമ്പിൾ ഫോളോഡ് ബൈ ലെറ്റർ ഫോളോഡ് ബൈ നമ്പർ എന്ന് എടുത്തു. അപ്പോൾ ഓരോ സിമ്പിളായിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് അത് ഫോളോഡ് ബൈ ലെറ്റർ ആണോ അത് ഫോളോഡ് ബൈ നമ്പർ ആണോ എന്ന് നോക്കി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരു പെയർ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, 7 ദിവസം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. Okay, question എന്താണ്? What is the product of numbers which are between x and z? x-നും z-നും ഇടയ്ക്കുള്ള എന്താ ക്വസ്റ്റ്യൻ മീനിങ് എന്താ? x-നും x ലെറ്ററിനും z ലെറ്ററിനും ഇടയ്ക്കുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ x എനിക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, z എനിക്ക് എവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നുണ്ട്. ദെൻ ഇതിന്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഇൻ ബിറ്റ്വീനിൽ ഏതൊക്കെ നമ്പർ വരുന്നു? 9 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. അപ്പോൾ 9 into 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 into 3 27 എന്ന് കിട്ടും. 27 into 2 into 1 into 5. അപ്പോൾ 5 into 1 5 ആണ്, 5 into 2 10 ആണ്. അപ്പോൾ 27 into 10 270 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ. അപ്പോൾ ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? If all the odd numbers are dropped from the arrangement, then which of the following will be the fifth element to the right of the seventh element from the left end of the given arrangement?
ഓക്കെ, എന്താ പറയുന്നത്, ഓഡ് നമ്പേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടല്ലേ, തന്നിട്ടുള്ള ആൽഫന്യൂമറിക് സീരീസിൽ നിന്ന് ഓഡ് നമ്പേഴ്സ് എല്ലാം ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ ഫിഫ്ത്ത് ടു ദ റൈറ്റ് ഓഫ് ദ സെവൻത് എലമെന്റ് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ ഗിവൺ അറേഞ്ച്മെന്റ്. അപ്പൊ ക്വസ്റ്റിന്റെ മീനിങ് എന്താ, ലെഫ്റ്റ് എൻഡിൽ നിന്ന് സെവൻത് ഉള്ള ഒരു എലമെന്റിന്റെ റൈറ്റ് സൈഡിലോട്ട് ഫിഫ്ത്ത് വരുന്ന എലമെന്റ് ആണ് നമ്മളുടെ ആൻസർ അല്ലേ. പക്ഷേ അത് അത്രയും എണ്ണിയെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ ചെയ്യാം, ഫിഫ്ത്ത് എലമെന്റ് ടു ദ റൈറ്റ് ഓഫ് ദ സെവൻത് എലമെന്റ് ഫ്രം ദ ലെഫ്റ്റ്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ ആ നമ്പേഴ്സ് എഴുതുക, ഫിഫ്ത്ത് ഫ്രം ടു ദ റൈറ്റ് അല്ലേ, അപ്പൊ ആ സൈഡ് എഴുതുക, ഫിഫ്ത്ത് റൈറ്റും സെവൻത് ലെഫ്റ്റും ആണ്. ഇനി ക്വസ്റ്റ്യൻ മാർക്കിന്റെ അടുത്ത് ഏത് ഡയറക്ഷൻ ആണ്, അതായത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ വന്നിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അടുത്ത് അവസാനം വന്നത് ലെഫ്റ്റ് ഉണ്ട്, ഓർ ഫൈനലി അവസാനം ചോദിച്ചിട്ടുള്ളത് ലെഫ്റ്റ് എൻഡ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അടുത്ത് വന്നതായിരിക്കണം ലെഫ്റ്റ് എൻഡ് എന്ന് എഴുതുക, അതിനെ താഴെ എഴുതുക. ദെൻ സെയിം സൈഡ്സ് ആണെങ്കിൽ മൈനസ് ചെയ്യണം, ഡിഫറെന്റ് സൈഡ്സ് ആണെങ്കിൽ ആഡ് ചെയ്യണം. ഇവിടെ റൈറ്റും ലെഫ്റ്റും ഡിഫറെന്റ് സൈഡ്സ് ആണല്ലേ, അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക, 12 വരും. അതായത് ഇപ്പൊ സെയിം സൈഡ്സ് ആയിരുന്നെങ്കിൽ, അതായത് ഫിഫ്ത്ത് ടു ദ റൈറ്റും സെവൻത് ടു ദ റൈറ്റും തന്നെയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അടുത്ത് വരുന്നതല്ലേ നമ്മൾ കണ്ടുപിടിക്കാൻ എടുത്ത് എഴുതുന്നേ, അപ്പൊ റൈറ്റ് തന്നെ എഴുതണം. ദെൻ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം അല്ലേ, അപ്പം 5ന്റെയും 7ന്റെയും ഡിഫറൻസ് 2 സെക്കൻഡ് ഫ്രം ദ റൈറ്റ് എൻഡ് എടുത്താൽ മതി. പക്ഷെ ഇവിടെ രണ്ടും രണ്ട് സൈഡ്സ് ആണ്, അതായത് റൈറ്റും ലെഫ്റ്റും രണ്ട് സൈഡ്സ് ആണെങ്കിൽ ഡിഫറെന്റ് സൈഡ്സ് വരുമ്പോൾ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഏതാണോ ക്വസ്റ്റ്യൻ മാർക്കിന് അടുത്ത് വരുന്ന സൈഡ് ആ സൈഡിനെ എടുക്കുക. അപ്പൊ രണ്ട് വാല്യൂസും 5ഉം 7ഉം ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് 12 ആണ്. ദെൻ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അടുത്ത് എനിക്ക് വരുന്നത് ലെഫ്റ്റ് ആണ്, അപ്പൊ ഞാൻ ലെഫ്റ്റ് എന്ന് കൊടുത്തു. അപ്പൊ 12th ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ആണ്. പക്ഷെ എന്തൊരു കണ്ടീഷൻ കൂടെ എവിടെ ഉണ്ട്, ഓഡ് നമ്പേഴ്സിനെയൊക്കെ ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ ഈ തന്നിട്ടുള്ള ആൽഫന്യൂമറിക് സീരീസിലെ ഓഡ് നമ്പേഴ്സിനെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഈ 12th ടു ദ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന എലമെന്റിനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ 1, 2, 3 ഓഡ് നമ്പർ വരുമ്പോൾ അവിടെ എടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പൊ 12th എനിക്ക് എന്ത് വന്നു, $സൈൻ വന്നു. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ. അല്ലാണ്ട് നമ്മൾ ഓഡ് നമ്പർ ഓഡ് നമ്പർ ഡ്രോപ്പ് ചെയ്യാണ്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന് മുമ്പേ ഉള്ളൊരു വാല്യൂ വരും, പക്ഷെ അത് തെറ്റ് ആൻസർ ആണ്. അപ്പം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കണം, ഓഡ് നമ്പേഴ്സിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന 12th ടു ദ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന 12th എലമെന്റിനെ എടുക്കേണ്ടത്. അങ്ങനെ എടുക്കുമ്പോൾ ആണ് നമ്മളുടെ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ, സൊല്യൂഷൻ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കി. 3 കപ്പിൾസ് ഉണ്ട്, 8 മെമ്പേഴ്സ് ഫാമിലി ആണ്, 3 കപ്പിൾസ് ഉണ്ട്. നമ്പർ ഓഫ് ഫീമെയിൽസ് എത്ര തന്നെയാണോ അത്ര തന്നെയാണ് നമ്പർ ഓഫ് മെയിൽസ്. അതായത് ഫീമെയിൽസും മെയിൽസിന്റെയും വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതായത് നമ്പർ ഓഫ് ഫീമെയിൽസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മെയിൽസ്. അപ്പൊ അതിന്റെ മീനിങ് എന്താ, 4 ഫീമെയിൽസ് ആണെങ്കിൽ 4 മെയിൽസ് തന്നെയാണ്. അപ്പൊ 4 പേര് ഫീമെയിലും 4 പേര് മെയിലും ആണ്. നോ സിംഗിൾ പാരന്റ് ആസ് എ ചൈൽഡ്. അപ്പോൾ അതായത് ചൈൽഡ് ഉള്ള എല്ലാ പാരന്റും സിംഗിൾ അല്ല, അച്ഛനും അമ്മയും ഉള്ള കുട്ടിയാണ്. Then S has 2 children, both of them are of same gender. അപ്പോൾ എസിന് 2 പിള്ളേരുണ്ട്, രണ്ടുപേരും സെയിം ജെൻഡർ ആണ്. T is the daughter-in-law of Q, who is the mother of P. A is the mother of O, R is the only son of B. T is not married to P. A is not the wife of either S or T. P is a male. ഓക്കെ, നമുക്ക് താഴേന്ന് പോവാം. P is a male എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ P മെയിൽ ആണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. പിക്ക് ഞാൻ മെയിൽ ഫീമെയിലിന് ഞാൻ പ്ലസും മൈനസ് സിമ്പലും ഇടുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഓരോന്നിടാം. മെയിലിന് റൗണ്ടും ഫീമെയിലിന് ബോക്സും ഇടാം. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് ആ രീതിക്ക് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുക. ഞാൻ പ്ലസും മൈനസും കൊടുക്കുന്നുണ്ട്. ഞാൻ മെയിലിന് പ്ലസ് സിമ്പൽ കൊടുത്തു. പി സി മെയിൽ എന്ന് ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ പിക്ക് പ്ലസ് കൊടുത്തു. ഇനി എനിക്ക് പി റിലേറ്റ് ചെയ്ത് വരുന്നത് പി മാരി ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് ടി അല്ല, ഇവിടെ വരുന്നത് ടി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൂ ഇസ് അതിന് മുകളിൽ ടി ഈസ് ദ ഡോക്ടർ-ഇൻ-ലോ ഓഫ് ക്യൂ, ഹൂ ഈസ് ദ മദർ ഓഫ് പി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ടി ഈസ് ദ ഡോക്ടർ-ഇൻ-ലോ ഓഫ് ക്യൂ, ഹൂ ഈസ് ദ മദർ ഓഫ് പി. അപ്പോൾ ടി എന്ന് പറയുന്നത് ക്യൂവിന്റെ ഡോക്ടർ-ഇൻ-ലോ ആണ്. ദെൻ ഈ ക്യൂ എന്ന് പറയുന്നത് പിയുടെ മദർ ആണ്. അപ്പൊ പിയുടെ മദർ ആണ് ക്യൂ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. ക്യൂവിന്റെ ഡോക്ടർ-ഇൻ-ലോ ആണ് ടി. പക്ഷെ പി മാരി ചെയ്തിട്ടില്ല ടിയെ. അത് ഇവിടുത്തെ ഒരു സ്റ്റേറ്റ്മെന്റിലുണ്ടായിരുന്നു അല്ലെ, ടി ഈസ് നോട്ട് മാരീഡ് ടു പി എന്ന്. അപ്പോ പക്ഷെ ക്യൂവിന്റെ ഡോക്ടർ-ഇൻ-ലോയെ ആണ് ടി. അങ്ങനെയാണെങ്കിൽ ടിക്ക്
ഇവിടെ ഒരു ഹസ്ബൻഡ് ഉണ്ടാവും. അത് എന്തായാലും ക്യൂവിന്റെ സൺ ആയിരിക്കും. ദെൻ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റേറ്റ്മെന്റ് എസ് ഹാസ് 2 children, both of them are സെയിം ജെൻഡർ. അപ്പൊ എസിന് 2 പിള്ളേരുണ്ട്, രണ്ടുപേരും ഒരേ ജെൻഡർ വരണം. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടുപേരും സെയിം ജെൻഡർ അല്ലേ വരുന്നേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യൂവിന്റെ ഹസ്ബൻഡ് ആണ് എസ് എന്ന് പറഞ്ഞെടുത്തു. എസിന്റെ 2 മക്കളും സെയിം ജെൻഡറിലുള്ള ആൾക്കാരാണ്. ദെൻ അടുത്ത് വേറെ എന്താ സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്ത് വരുന്നത്? ടി ഈസ് ദ ഡോട്ടർ ഇൻ ലോ ഓഫ് ക്യൂ, ഹു ഈസ് ദ മദർ ഓഫ് പി, എ ഈസ് ദ മദർ ഓഫ് ഒ. അപ്പോൾ ഒയുടെ മദർ ആണ് എ വരേണ്ടത്. അപ്പൊ എന്തായാലും ഇവിടെ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അപ്പോ എ ഈസ് ദ മദർ ഓഫ് എ ഈസ് ദ മദർ, ഇവിടെ ടി വരത്തില്ല. ഓക്കെ, എ ഈസ് ദ മദർ ഓഫ് ഒ. then അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ആർ ഈസ് ദ ഓൺലി സൺ ഓഫ് ബി, ബിയുടെ ഓൺലി സൺ ആണ്. ഇനി ബി കൊടുക്കാൻ പറ്റുന്ന ഏക സ്ഥലം ഇവിടെയേ ഉള്ളൂ. ബിയുടെ ഓൺലി സൺ ആണ്. ഞാൻ കപ്പിൾസിന് 2 ഡബിൾ ലൈൻ കൊടുത്തു. ദെൻ ബ്രദർ സിസ്റ്റേഴ്സിന് ഓർ ബ്രദേഴ്സിന് സിംഗിൾ ലൈൻ കൊടുത്തു. ദെൻ ആർ ഈസ് ദ ഓൺലി സൺ ഓഫ് ക്യൂ ആണ്. അപ്പൊ ക്യൂവിന്റെ ഒരേ ഒരു മകനാണ് ആർ. ദെൻ ബാക്കിയെല്ലാം പ്ലേസ് ചെയ്തില്ലേ? ഇപ്പൊ 8 ആൾക്കാരായില്ലേ? ദെൻ നമ്പർ ഓഫ് മെയിൽ എത്രയാണോ അത് തന്നെയാണ് ഫീമെയിൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 4 മെയിൽ ആണെങ്കിൽ 4 ഫീമെയിൽ വരണോ അല്ലേ? മെയിൽ 4 പേര് വന്നു, അങ്ങനെയാണെങ്കിൽ ഓ ഫീമെയിൽ ആയിരിക്കും. സോൾവ് ചെയ്തില്ലേ? ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഹൗ ഈസ് ഓ റിലേറ്റഡ് ടു എസ് എന്നല്ലേ ചോദിച്ചേക്കുന്നത്. ഓക്ക് എസിനോടുള്ള റിലേഷൻ. ദെൻ ഓ ഇവിടെ ഇരിക്കുന്നു, എസ് ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ഓക്ക് എസിനോടുള്ള റിലേഷൻ എന്താ? എസിന്റെ ആരാ ഓ? എസിന്റെ മകന്റെ മകളാണ്, അതായത് ഗ്രാൻഡ് ഡോക്ടർ ആണ് അല്ലേ? ഗ്രാൻഡ് ഡോക്ടർ ആണ് ഓ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ബ്രദർ ഇൻ ലോ ഓഫ് എ? എന്തായാലും സോൾവ് ചെയ്തത് നിങ്ങളെ കയ്യിൽ കാണും. ഇതിൽ നോക്കിയേ, ഹൂ ഈസ് ദ ബ്രദർ ഇൻ ലോ ഓഫ് എ എന്ന്. എയുടെ ബ്രദർ ഇൻ ലോ ആരാണ്? ഓക്കെ, നമ്മളുടെ സൊല്യൂഷനിൽ എ ഇവിടെ ഇരിക്കുന്നു, എയുടെ ബ്രദർ ഇൻ ലോ ആരാ? ബി ആണ് എയുടെ ബ്രദർ ഇൻ ലോ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ ഈസ് ആർ റിലേറ്റഡ് ടു പി? ആറിനും പിക്കും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, നമുക്ക് സൊല്യൂഷൻ നോക്കാം. ആർ ഇവിടെ ഇരിക്കുന്നു, പി ഇവിടെ ഇരിക്കുന്നു. പിക്ക് ആർ എന്ത് റിലേഷൻ വരണം? പിയുടെ ബ്രദറിന്റെ മകനാണല്ലേ? ബ്രദറിന്റെ മകനാവുമ്പോ നീസ് ആണല്ലേ? നീസ് ആണോ നെഫ്യൂ ആണോ? നെഫ്യൂ ആണ്. പെൺകുട്ടിയാണെങ്കിലേ നീസ് വരത്തുള്ളൂ. ഇവിടെ എന്താ? ആൺകുട്ടിയാണ്. ആറാണല്ലേ? ആരുടെ ജെൻഡർ മെയിൽ അല്ലേ? അപ്പൊ പിയുടെ ബ്രദറിന്റെ മകനാണ്, അങ്ങനെയാണെങ്കിൽ നെഫ്യൂ ആണ്. ഓക്കെ, അടുത്തത് സിലോജിസത്തിലെ ക്വസ്റ്റ്യൻ ആണ്. ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. 30 സെക്കൻഡ്സിൽ സിലോജിസത്തിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. എപ്പോഴും സിലോജിസം ചെയ്യുമ്പം അതിന്റെ ഡയറക്ഷൻ റീഡ് ചെയ്യണം. ഡയറക്ഷൻ എന്താ തന്നേക്കുന്നേ? read the conclusion and decide which of the given conclusion logically follow from the given statements regarding commonly known facts. അപ്പോൾ ഫോളോ ചെയ്യുന്നത് ഏതൊക്കെ കൺക്ലൂഷൻസ് ആണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡയറക്ഷൻ വായിച്ചിട്ട് വേണം സിലോജിസം ചെയ്യാൻ. ചിലപ്പോൾ കോമൺലി ട്രൂ, ഡെഫിനറ്റ്ലി ഫോളോ, അങ്ങനെയൊക്കെ കുറെ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ കോമൺലി ഫോളോ എന്നാ കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ എടുക്കും. സിലോജിസം എങ്ങനെ ചെയ്യും? സം മാംഗോ ഈസ് ഗുവാൻ തന്നിട്ടുണ്ടല്ലേ? അപ്പൊ മാംഗോയിലെ കുറച്ച് ഭാഗം ഗുവയാണ്. then അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? സം ഗുവ ഈസ് ഗ്രേപ്സ്. ഗുവയിലെ കുറച്ച് ഭാഗം ഗ്രേപ്സ് ആണ്. then സം ഗ്രേപ്സ് ഈസ് ഓറഞ്ച്. ഗ്രേപ്സിലെ കുറച്ച് ഭാഗം ഓറഞ്ച് ആണ്. then ഇനി എന്താ കൺക്ലൂഷൻ എന്താ? അറ്റ്ലീസ്റ്റ് സം ഓറഞ്ചസ് ഈസ് മാംഗോ. അപ്പോൾ ഓറഞ്ചിലെ കുറച്ച് ഭാഗം മാംഗോ, അറ്റ്ലീസ്റ്റ് സം ഓറഞ്ചസ് ഈസ് മാംഗോ എന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഓറഞ്ചിനും മാംഗോയ്ക്കും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഒരു റിലേഷനും ഇല്ല. അപ്പൊ ഈ കൺക്ലൂഷൻ തെറ്റാണ്. then അടുത്തെന്താ പറഞ്ഞേക്കുന്നത്? സം ഗ്രേപ്സ് ഈസ് ഡെഫിനറ്റ്ലി മാംഗോ എന്നാ പറഞ്ഞേക്കുന്നത്. കുറച്ച് ഗ്രേപ്സ് ഡെഫിനറ്റ്ലി മാംഗോ ആണ് എന്ന് പറഞ്ഞേക്കുന്നു. പക്ഷെ മാംഗോയ്ക്കും ഗ്രേപ്സിനും ഇടയിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? നെയ്തർ വൺ നോട്ട് ടു ഫോളോസ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ഫോളോ ആവുന്നില്ല അല്ലേ? അപ്പൊ നെയ്തർ വൺ നോട്ട് ടു ഫോളോസ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ ചെയ്ത ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിയേ, കമന്റ് ഇട്ടേ.
ഓക്കെ, എന്താ പറയുന്നത്? ഓൺലി എ ഫ്യൂ ഫ്ലൂട്ട്സ് ആർ ഡ്രംസ്. അപ്പോൾ ഫ്യൂ കണ്ടീഷൻ വരുമ്പോൾ, ഓൺലി ഫ്യൂ കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെ എഴുതണം, എങ്ങനെ വരയ്ക്കണം? സമ്മും സംനാട്ടും. ഓൺലി ഫ്യൂ എന്ന് പറയുമ്പോൾ എന്താ? സമ്മും സംനാട്ടും ഒരുമിച്ച് വരുന്ന കണ്ടീഷനാണ് അല്ലേ? അപ്പൊ ഫ്ലൂട്ടിലെ സം പാർട്ട് ഡ്രംസ് ആണ്, സം പാർട്ട് നോട്ട് ഡ്രംസ് ആണ്. അപ്പൊ സം പാർട്ട് ഡ്രംസിലോട്ട് വരയ്ക്കുന്നു, സം പാർട്ട് നോട്ട് ഡ്രംസ് എന്നും വരയ്ക്കുന്നു. ഇങ്ങനെയായിട്ട് വരയ്ക്കുന്നു. ദെൻ അടുത്തത് ഓൾ ഡ്രംസ് ആർ പിയാനോസ്. ഡ്രംസിലെ എല്ലാ ഭാഗവും പിയാനോസ് ആണെന്ന് പറഞ്ഞേക്കുന്നു. അപ്പൊ ഓൾ ഡ്രംസ് ആർ പിയാനോസ് വരച്ചു. ദെൻ ഓൺലി എ ഫ്യൂ പിയാനോസ് ആർ മെലഡി. ദെൻ അഗൈൻ പിയാനോയിലെ കുറച്ച് ഭാഗം മെലഡി ആണ്, കുറച്ച് ഭാഗം നോട്ട് മെലഡി ആണ്. അപ്പൊ സം പിയാനോസ് ആർ മെലഡി, സം പിയാനോസ് ആർ നോട്ട് മെലഡി. ദെൻ സം ഡ്രംസ് ആർ മെലഡി എന്ന് പറയുന്നുണ്ട് അല്ലെ? ഡ്രംസിലെ കുറച്ച് ഭാഗം മെലഡി ആണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പിച്ചെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഡ്രംസിനും മെലഡിക്കും ഡയറക്ട്ലി ഒരു റിലേഷനും ഇല്ല. അപ്പോൾ അത് തെറ്റാണ്. ദെൻ നോ ഡ്രംസ് ആർ മെലഡി എന്ന് പറയുന്നുണ്ട്. ഡ്രംസ് ഒന്നും തന്നെ മെലഡി അല്ല എന്ന് പറയുന്നുണ്ട്. അതും നമുക്ക് ഉറപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല, ഡയറക്ട് റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് തെറ്റാണ്. ദെൻ കോംപ്ലിമെന്ററി പെയർസ് ആണോ എന്ന് നോക്കാം അല്ലേ? ഇവിടെ ഡ്രംസ് ആണ്, ഇവിടെയും ഡ്രംസ് ആണ്, ഇവിടെയും മെലഡി ആണ്, ഇവിടെയും മെലഡി ആണ്. ദെൻ കോംപ്ലിമെന്ററി പെയർസ് ഐദർ കണ്ടീഷൻ വരുന്നത്. ഐദർ കണ്ടീഷൻ വരുന്നത് ഏതിനൊക്കെയാ? സം പ്ലസ് സം നോട്ടിന്, സം പ്ലസ് നോക്കും ഓൾ പ്ലസ് സം നോട്ടിനും ഐദർ കണ്ടീഷൻ വരും അല്ലേ? ഓൾ പ്ലസ് സം നോട്ടിനും ഐദർ കണ്ടീഷൻ വരും. അപ്പൊ ഇവിടെ സം പ്ലസ് നോ ആണ്, കോംപ്ലിമെന്ററി പെയർസും ആണ്. അങ്ങനെയാണെങ്കിൽ ഐദർ 1 or 2 ആയിരിക്കണം ഫോളോ ആവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ സെക്ഷൻ ആണ്. ചെയ്തേ. ഓക്കെ, കിട്ടിയായിരുന്നോ? ഓൺലി എ ഫ്യൂ ടേബിൾസ് ആർ ബ്ലൂ. അപ്പൊ ടേബിൾസില് ഓൺലി എ ഫ്യൂ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സമ്മും സംനാട്ടും ഒരുമിച്ച് വരുന്ന കണ്ടീഷൻ. അപ്പോൾ ഓൺലി എ ഫ്യൂ ടേബിൾസ് ആർ ബ്ലൂ ആണെങ്കിൽ സം ടേബിൾസ് ആർ ബ്ലൂ ആണ്, സം ടേബിൾസ് ആർ നോട്ട് ബ്ലൂവും ആണ്. ദെൻ ഓൺലി എ ഫ്യൂ ബ്ലൂ ആർ ക്ലെവർ ആണ്. അപ്പോൾ ബ്ലൂയിലെ കുറച്ച് ഭാഗം ക്ലെവർ ആണ്, കുറച്ച് ഭാഗം നോട്ട് ക്ലെവർ ആണ്. സമ്മും സംനാട്ടും ഒരുമിച്ച് വരുന്ന കണ്ടീഷൻ. ദെൻ ഓൾ ക്ലെവർ ഈസ് ഓൾഡ്. ക്ലെവറിലെ എല്ലാ ഭാഗവും ഓൾഡ് ആണ്. ഓക്കെ, ദെൻ ഇനി എന്താ? കൺക്ലൂഷനിലോട്ട് പോകണം അല്ലേ? സം ടേബിൾസ് ആർ ക്ലെവർ ഈസ് എ പോസിബിലിറ്റി. അപ്പൊ കുറച്ച് ടേബിൾസ് ക്ലെവർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നോ ആണ് അവർ പറയുന്നത്. അതായത് സം ടേബിൾസ് ആർ ക്ലെവർ ഈസ് എ പോസിബിലിറ്റി ഉണ്ട്. ടേബിൾസ് ഡയറക്ട്ലി ക്ലെവറിനോട് ഒരു റിലേഷനും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പോസിബിലിറ്റി വർക്ക് ആവും അല്ലേ? അപ്പൊ സം ടേബിൾസ് ആർ ക്ലെവർ ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുന്നത് ശരിയാണ്. അടുത്ത് എന്താ പറയുന്നത്? സം ഓൾഡ് ആർ ടേബിൾസ് എന്ന് പറയുന്നുണ്ട്. ഓൾഡിലെ കുറച്ച് ഭാഗം, സം ഓൾഡ് ആർ ടേബിൾസ്. ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? സം ഓൾഡ് ആർ ടേബിൾസ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? കാരണം ഓൾഡിനും ടേബിൾസിനും ഇടയിൽ ഡയറക്ട്ലി ഒരു റിലേഷനും ഇല്ല. അപ്പൊ സം ഓൾഡ് ആർ ടേബിൾസ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് അത് തെറ്റാണ്. അപ്പൊ ഇവിടെ ഓൺലി 1 സ്റ്റേറ്റ്മെന്റ് മാത്രമേ, അതായത് ഓൺലി 1 മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമ്മൾ റീസണിങ് ആയിരുന്നു. ഇത്രയും ദിവസം ആപ്റ്റിറ്റ്യൂഡ് കൊണ്ടുപോയി നമ്മളൊരു ദിവസം റീസണിങ് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അതായത് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള എക്സാക്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മളുടെ ഒരു പസിൽ സെറ്റും ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് സിലോജിസം ആൽഫ ന്യൂമറിക് സീരീസ് ആയിട്ടാണ് വന്നത്. അടുത്ത റിമൈനിങ് ഉള്ള പാർട്സ് ഓർ സെക്ഷൻസ്, റിമൈനിങ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്തടുത്ത സെക്ഷനിൽ ഫോളോ ചെയ്ത് വരും. ആൾട്ടർനേറ്റ് ഡേയ്സിൽ, അതായത് റീസണിങ് ഒരു ദിവസം, ആപ്റ്റിറ്റ്യൂഡ് ഒരു ദിവസമായിട്ട് നമുക്ക് ഫോളോ ചെയ്ത് പോവാം. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും വീഡിയോ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻസേഴ്സ് കിട്ടുന്നുണ്ടോയെന്ന് 30 സെക്കൻഡ്സിൽ കിട്ടുന്നുണ്ടോയെന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു.